ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകും. അപ്പോൾ നമ്മുടെ UK ലക്ഷ്മിക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നല്ല കൂട്ട ആക്രമണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിക്ക് ഈ ഒരു സീസണിലോട്ട് വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, ലക്ഷ്മി നടത്തിയ സ്റ്റേറ്റ്മെന്റുകളും അതുപോലെ തന്നെ അലിഗേഷൻസും അത് റോങ് ആയി പോയി കഴിഞ്ഞപ്പോൾ, കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ഒരു വീക്കെൻഡ് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ള ഫയറിങ്ങും കിട്ടി, പ്രേക്ഷക വെറുപ്പും സമ്പാദിച്ചു. എന്നാൽ അതൊക്കെ ഓക്കെ, അതിനുള്ളിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് അവരെ പല സമയങ്ങളിലായി കുത്തുന്നതും അല്ലെങ്കിൽ അവർ നടത്തിയ സ്റ്റേറ്റ്മെന്റുകളും അലിഗേഷൻസും ഒക്കെ വെച്ച് പല രീതിയിൽ കുത്തി നോവിക്കുന്നതൊക്കെ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പുറത്തുനിന്ന് പോയവർ കൂടി കൂട്ടം ചേർന്ന് ലക്ഷ്മിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അത് പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. പ്രേക്ഷക മനസ്സിലുണ്ടായിരുന്ന ഒരു വെറുപ്പ് ലക്ഷ്മിയിൽ നിന്ന് അകലാനുള്ള സാധ്യതകളുണ്ട്. അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ പല കമന്റുകളും വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റായിട്ട് നമ്മുടെ ശോഭയും ഷിയാസും അതുപോലെ തന്നെ ഇപ്പോൾ റിയാസ് സലീമും കൂടെ വന്നതിന് ശേഷം അവരൊരു കുറച്ച് പർട്ടിക്കുലർ കണ്ടസ്റ്റൻസിന് വേണ്ടി മാത്രം ഉള്ളിൽ കയറി ചെന്ന് ഭയങ്കരമായിട്ട് പാർഷ്യാലിറ്റി കാണിക്കുകയും അല്ലെങ്കിൽ ലക്ഷ്മി നടത്തിയ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളും അലിഗേഷൻസും ഒക്കെ വെച്ചിട്ട് അവരുടെ പേഴ്സണൽ താല്പര്യങ്ങൾ അവരുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, അവർക്ക് നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾക്കെതിരെയും അലിഗേഷൻസ് എതിരെയും ഓൾറെഡി അവർക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു. ലാലേട്ടനും വേണ്ട രീതിയിലുള്ള വാണിങ്ങുകളും കൊടുത്തതാണ്. പിന്നീട് അതെടുത്ത് കിള്ളിക്കിഴിഞ്ഞ് അവരെ പ്രത്യേകിച്ച് അതിൽ ക്രൂശിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റായിട്ട് ഒരു ടാസ്കിന് വേണ്ടി ഗസ്റ്റായിട്ട് പോകുന്നവർ അത് അത്യാവശ്യം കുറച്ചൊക്കെ റോസ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, അതൊക്കെ വെച്ചിട്ട്. ബട്ട് അത് മാത്രം കൊണ്ടുപോയി അല്ലെങ്കിൽ അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒരു ഗെയിം കളിക്കേണ്ടതോ അല്ലെങ്കിൽ അവരെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യേണ്ടതോ അല്ലെ അവരെ മാത്രം കോർണർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ ഇല്ല. ശോഭയൊക്കെ മാക്സിമം വെറുപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്തു. ലക്ഷ്മിക്കെതിരെ പ്രവർത്തിക്കാനും വന്ന ഉടനെ തന്നെ ലക്ഷ്മിക്കെതിരെ മാക്സിമം ചെയ്യാൻ പറ്റിയതൊക്കെ ശോഭയുടെ സൈഡിൽ നിന്നുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ റിയാസ് സലീം ഉള്ളിലേക്ക് വന്നു. റിയാസ് സലീം ഉള്ളിലേക്ക് വന്നപ്പോൾ തന്നെ നല്ലൊരു ശതമാനം പ്രേക്ഷകരും ലക്ഷ്മിയുടെ സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് റിയാസ് സലീം ഒന്നും ചെയ്യേണ്ട, അത്രയ്ക്കും വെറുപ്പുണ്ട് റിയാസ് സലീമിനെതിരെ ബിഗ് ബോസിന്റെ തന്നെ പ്രേക്ഷകർക്കിടയിൽ. റിയാസ് സലീം ഉള്ളിലേക്ക് വന്ന ഉടനെ തന്നെ പുള്ളിയുടെ വിഷം തുപ്പാൻ തുടങ്ങി. ഒരു കാര്യത്തിൽ നമുക്ക് നൂറയ്ക്കും ആദിലയ്ക്കും കിട്ടിയ സപ്പോർട്ട് കൂടി റിയാസ് സലീം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കടന്നതിന് ശേഷം പോകുമോ എന്ന് പോലും തോന്നിപ്പോകും. കാരണം ഇവർ കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പോയിസണസ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. മറ്റുള്ളവരെ ഇത് ഈ ഒരു രീതിയിൽ അടച്ചാക്ഷേപിച്ച് അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ ഒന്നും ഇവര് എടുത്ത് സംസാരിക്കേണ്ടതോ ഇവരുടെ ജോലിയോ അല്ല. ഇവരെ അതിനകത്ത് ഒരു ഗസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ആ ഒരു ടാസ്ക് മനോഹരമാക്കുക എന്നതാണ് ഗസ്റ്റ് ആയിട്ട് അതിനുള്ളിൽ എത്തേണ്ടവർ ചിന്തിക്കേണ്ടത്. എന്നാൽ ബിഗ് ബോസ് കൂടി ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ബിഗ് ബോസ് കളിക്കുന്നു, അല്ലെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കാൻ, അല്ലെ പർട്ടിക്കുലർ കണ്ടസ്റ്റൻസിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എക്സ് കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടത്തി വിട്ടിട്ട് ഈ പറയുന്ന പർട്ടിക്കുലർ കണ്ടസ്റ്റൻസിന് വേണ്ടി സംസാരിക്കുകയും അതുപോലെ ഇവർക്കെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന കണ്ടസ്റ്റൻസിനെ കോർണർ ചെയ്യുകയും വളരെ മോശമായ രീതിയിൽ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നതും ഒക്കെ എന്താണെന്നുണ്ടെങ്കിലും പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലക്ഷ്മിയുടേതായിട്ടുള്ള രീതിയിലുള്ള കൺസെപ്റ്റുകളിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളിൽ ജീവിക്കുന്നു. ചില സമയങ്ങളിൽ കൈവിട്ടു പോയി കുറച്ച് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കി സമ്മതിക്കുന്നു, തെറ്റാണ്, അവരത് തിരുത്തുവോ തിരുത്താതിരിക്കുവോ അതൊക്കെ അവരുടെ ഇഷ്ടം. ബട്ട് കുറെ പേര് കൂടി അതിന് കൂട്ടമായിട്ട് അവരെ ആക്രമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവരൊറ്റയ്ക്ക് നിന്നല്ലേ ഫൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നല്ലേ സംസാരിച്ചത്. അത് സംസാരിക്കേണ്ട കാര്യങ്ങളും അവർക്ക് കൊടുക്കേണ്ട സംഭവങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞു. പിന്നെ അതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പുറത്തു നിന്ന് ഈ പറയുന്ന പോലെ ലോറി പിടിച്ചൊക്കെ ആള് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തി സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്താണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസും വളരെ മോശം തന്നെയാണ്. ഗസ്റ്റായിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരെയൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കൊണ്ടുവരാമായിരുന്നു. കുറച്ച് വൈഡനായിട്ട് തിങ്ക് ചെയ്യുന്ന, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ നിൽക്കാവുന്ന, കുറച്ച് ഫണ്ണായിട്ട് ടാസ്കുകൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണാൻ സാധിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെ അല്ലെങ്കിൽ എക്സ് കണ്ടസ്റ്റൻസിനെ ഗസ്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് വിടാമായിരുന്നു. ഇത് കുറച്ച് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയും സംസാരിക്കാൻ വേണ്ടിയിട്ട് പാർഷ്യാലിറ്റി കാണിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കഴിവുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണുകളിൽ ഫ്ലോപ്പായി പോയിട്ടുള്ള അല്ലെങ്കിൽ പ്രേക്ഷകർ വെറുത്ത് പോയിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസിനെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് ലക്ഷ്മിയെ പോലുള്ള കണ്ടസ്റ്റൻസിന് നേരെ തിരിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ ഇത് കൊടുക്കാൻ പറ്റുന്നതല്ല. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരാഴ്ച എങ്ങനെയെങ്കിലും ലക്ഷ്മിക്ക് കഴിഞ്ഞു പോകാൻ പറ്റിക്കഴിഞ്ഞാൽ മിക്കവാറും ഒരു ടോപ്പ് 5 വരെ എത്താനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ടുകൾ ഇവരെല്ലാം ചേർന്ന് ലക്ഷ്മിക്ക് ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ വെറുപ്പിച്ചു കൂട്ടുന്നുണ്ട്, ലക്ഷ്മിക്കെതിരെ സംസാരിക്കുന്നുണ്ട്, മോശമായ രീതിയിൽ ലക്ഷ്മിക്കെതിരെ മാത്രം ഇവരെല്ലാം കൂടെ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന റിയാസ് സലീമിന്റെ എല്ലാം കൂടെ ചേർന്ന് നിന്ന് അതിലേക്ക് വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ സപ്പോർട്ടിന് ആൾക്കാർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കൂട്ടം കൂടി നിന്നാൽ
നിന്ന് ആക്രമിക്കാൻ ആദിലയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. അല്ല തനിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ വായിൽ നാക്കുണ്ടോ എന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ പുറത്തുനിന്ന് ആള് വന്ന് സംസാരിക്കുന്നു, പുറത്ത് സപ്പോർട്ടുണ്ട്, പുറത്ത് ഇവരുടെ കമ്മ്യൂണിറ്റിയൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ആൾക്കാരും തങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലക്ഷ്മിക്കൊക്കെ നല്ല രീതിയിലുള്ള നെഗറ്റീവ് ആണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ തനിക്കുണം പുറത്തു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകർ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ശോഭയും ഷിയാസും വന്ന് കാണിച്ചതൊക്കെ നല്ലതായിരുന്നു. അതുപോലെ ഇപ്പം റിയാസ് സലീം ഇതിനുള്ളിൽ വന്നിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിട്ട് കാണിക്കുന്നതൊക്കെ ശരിയാണോ? ലക്ഷ്മിക്കെതിരെ നടത്തുന്ന ആക്രമണം നല്ലതാണോ? ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായിട്ട് പുറത്തെ കാര്യങ്ങളും മുമ്പ് നടന്ന കാര്യങ്ങളും എല്ലാം വലിച്ചിഴച്ച് വീണ്ടും വീണ്ടും സംസാരിച്ച് വീണ്ടും ആക്രമിക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകർ പറയുക, ഇതൊരു നല്ല നടപടിയാണോ? ബിഗ് ബോസ് പോലും ഇതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എനിവേസ് ഈ ഒരാഴ്ച മിക്കവാറും ലക്ഷ്മിക്ക് നല്ല രീതിയിലുള്ള പ്രേക്ഷക പിന്തുണ കൂടി വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ലക്ഷ്മിയും ഈ ഒരു ആക്രമണമൊക്കെ വളരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു പോകുന്നുണ്ട്. ഒരു പരിധി വരെയും തനിക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ നെഗറ്റിവിറ്റി ഒക്കെ മാറ്റിയെടുക്കാൻ ലക്ഷ്മിക്ക് ഇതുകൊണ്ട് തന്നെ സാധിക്കും. അത്യാവശ്യം ബോൾഡായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ലക്ഷ്മി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടൽ ടാസ്ക് ഫ്ലോപ്പ് ആണെങ്കിലും ഹോട്ടൽ ടാസ്ക് കഴിയുന്നതോടുകൂടി നെഗറ്റിവിറ്റി കുറച്ച് പോസിറ്റീവ് ആകാൻ ലക്ഷ്മി എന്ന കണ്ടസ്റ്റൻസിന് മിക്കവാറും സഹായമായേക്കും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.